വിശ്വാസം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സാദര നമസ്കാരം. നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ എല്ലാവരും പൊങ്കാലയിടുന്നവർ ഭക്തജനങ്ങൾ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ദുർഗേ നാരായണ, ഭദ്രേ നാരായണ, കാളി നാരായണ, അമ്മേ നാരായണ ഈ മന്ത്രം ജപിക്കാൻ പ്രത്യേകം മറക്കാതെ ജപിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ഗൗരി നാരായണീ നമോസ്തുതേ ഈ മന്ത്രം ജപിക്കുക. പൂർണ്ണ മനസ്സോടെ വെറും വയറ്റിൽ നല്ല രീതിയിൽ അമ്മയെ അവിടുത്തെ തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതശുദ്ധിയോടുകൂടി അവിടെ പൊങ്കാലയിടുക. സർവാഭിഷ്ടപ്രധാനിയായ ആ അമ്മ, ഞാൻ പറഞ്ഞതാണ് തലേ ദിവസം ഇതിനു മുമ്പ് ഒരു ചാനലിൽ, ഈ അമ്മയുടെ ചാനലിൽ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും 21 തവണ പ്രദക്ഷിണം വെച്ച് നമ്മൾ 1 രൂപ നാണയം എടുത്ത് നമ്മളവിടെ സമർപ്പണം ചെയ്തതിന് ശേഷം അമ്മയോട് മനസ്സുരുകി പ്രാർത്ഥിച്ചതിന് ശേഷം പൊങ്കാല സമർപ്പിക്കാൻ ശ്രമിക്കുക. എല്ലാവരും തിരക്കായിരിക്കാം, ഇല്ലാതിരിക്കാൻ ഒരു വഴിയുണ്ട്. ഒരു 2-3 മണി സമയത്ത് പോയിട്ട് അവിടുന്ന് ചുറ്റുപ്രദക്ഷിണം രാവിലെ പ്രഭാതത്തിൽ ചെയ്തതിന് ശേഷം പൊങ്കാലയിടാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ച് തിരക്കുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ശ്രമിച്ചിട്ട് അതുപോലെ ചെയ്യാം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമുക്ക് ജോലിക്കാണെങ്കിൽ ജോലിക്ക്, അതല്ല രോഗം മാറുന്നതിനാണെങ്കിലോ അല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നതിനാണെങ്കിലോ സർവ്വദോഷങ്ങളെ അകറ്റുന്നതിനെങ്കിലോ എല്ലാവിധ മംഗളങ്ങളും നൽകിയ അമ്മ വരപ്രധാനിയായിട്ട് അമ്മ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നൽകാൻ വേണ്ടി തന്നെയാണ് അമ്മ അവിടെ ഇരിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടി അവിടെ പോകാൻ പറ്റാത്തവർ, ചിലപ്പോൾ ആശുപത്രിയിൽ സുഖമില്ലാത്തവരുണ്ടാവാം, മറ്റുള്ള തിരക്കുകൾക്കിടയിലോ മറ്റുള്ള എന്തെങ്കിലും പെട്ടുപോയിട്ട് അമ്മയുടെ അടുത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലെങ്കിലും നിങ്ങൾ താമസിക്കുന്നിടയ്ക്കെങ്കിലും ഒരു പൊങ്കാല സമർപ്പിക്കാൻ ശ്രമിക്കുക. അമ്മയുടെ മന്ത്രം ഉരുവിട്ടുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി അവിടെ പൊങ്കാലയിടുന്നത് ആറ്റുകാലിലാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നിടയ്ക്കോ പൊങ്കാല എല്ലാവരും ഇടാൻ ശ്രമിക്കണം. എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ. പൊങ്കാലയിടുന്നതിൻ്റെ ഫലങ്ങൾ പറയുമ്പോൾ, കിഴക്ക് നമ്മൾ പൊങ്കാല, അതായത് പായസം സമർപ്പണം ചെയ്യുമ്പോൾ നമുക്ക് കടുംപായസമാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ കടുംപായസത്തിൻ്റെ അകത്ത് പഴം കൂട്ടണം, ഏലക്കായ കൂട്ടണം, ശർക്കര കൂട്ടണം, അരി ഇങ്ങനെയൊക്കെ കൂട്ടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ കൂട്ടിയിട്ട് അമ്മക്ക് പായസം വയ്ക്കുന്ന സമയത്ത് ഇത് തിളച്ച് തൂവുന്നത്, ഫസ്റ്റിൽ തൂവുന്നത് കിഴക്കോട്ടാണെങ്കിൽ പെട്ടെന്ന് അഭിഷ്ട ഫലം, വടക്കോട്ടാണെങ്കിലും അഭിഷ്ടഫലം. പക്ഷേ തെക്കോട്ട് തൂവാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ആ മനസ്സുരുക്കി അമ്മേനെ വിളിക്കുക. പടിഞ്ഞാറോട്ടും തൂവുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഈ തിളച്ച് തൂവുന്നത് കിഴക്കോട്ടോ വടക്കോട്ടോ ആയാൽ കുഴപ്പമില്ല. കിഴക്കോട്ടാണെങ്കിൽ പെട്ടെന്ന് ഫലം ലഭിക്കും, വടക്കോട്ടാണെങ്കിൽ 6 മാസം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ അങ്ങനെയാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് അർപ്പിച്ചുകൊണ്ട് നമ്മൾ പരമാവധി അമ്മയെ രക്ഷിക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്താണോ നമ്മൾ മനസ്സിൽ കരുതി അതിന് വേണ്ടിയിട്ട് തന്നെ നല്ല സൽസന്തതികൾ ഉണ്ടാവാനാണെങ്കിൽ അങ്ങനെ, നമുക്ക് കുട്ടികളുണ്ടാവാനാണെങ്കിൽ അങ്ങനെ, വീടാണെങ്കിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ, എന്താണോ മനസ്സിൽ രോഗം മാറണം എന്നാണെങ്കിൽ അങ്ങനെ, എല്ലാം പൂർണ്ണ ആരോഗ്യത്തോടെ സർവാഭീഷ്ടങ്ങളും നൽകി ആറ്റുകാൽ പൊങ്കാലയിട്ട് എന്നിട്ട് എല്ലാവരും അനുഗ്രഹം അമ്മയുടേത് വാങ്ങിക്കുക. അമ്മ വരപ്രധാനിയായിട്ട് നമ്മളെ എല്ലാ അഭീഷ്ടങ്ങളും നൽകി അനുഗ്രഹിക്കും. എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ഗൗരി നാരായണീ നമോസ്തുതേ.